കശ്മീരി ശൈവിസം എന്നത് ഇതൊരു പ്രത്യേക മതം എന്നതിലുപരി തത്വചിന്താപരവും ആചാരപരവുമായ ഒരു ശൈവ പാരമ്പര്യമാണ്. കശ്മീരി ശൈവിസം ഏകദേശം 8-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനുമിടയിൽ കാശ്മീർ താഴ്വരയിൽ അഭിവൃദ്ധി പ്രാപിച്ച ഒരു കൂട്ടം ദാർശനികവും ആചാരപരവുമായ സമ്പ്രദായങ്ങളെയാണ് കാശ്മീരി ശൈവം എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്വൈത തത്വം. മോണിസം. കാശ്മീരി ശൈവം ഒരു ആദർശപരമായ അദ്വൈത ഐഡിയലിസ്റ്റിക് മോണിസം സമ്പ്രദായമാണ്. അതായത് ശിവൻ മാത്രമാണ് പരമമായ ഏകസത്യം. മറ്റ് ശൈവ വിഭാഗങ്ങൾ, ഉദാഹരണത്തിന് തമിഴ് ശൈവ സിദ്ധാന്തം, ദ്വൈതഭാവം, രണ്ട് തത്വങ്ങൾ അംഗീകരിക്കുമ്പോൾ കാശ്മീരി ശൈവം പരമമായ ഒരു തത്വം മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്നു. ശിവൻ തന്നെയാണ് ലോകത്തിന്റെ കാരണവും ഉപാദാനവും ലോകം നിർമ്മിക്കപ്പെട്ട വസ്തു എന്നും ഇത് പറയുന്നു. 2. ത്രിക സിദ്ധാന്തം. ഈ സമ്പ്രദായത്തെ പലപ്പോഴും ത്രികദർശനം എന്ന് വിളിക്കാറുണ്ട്. 3 തത്വങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാലാണ് ഈ പേര് വന്നത്. പതി ശിവൻ, പരമമായ ബോധം. പശു, ജീവാത്മാവ്, വ്യക്തിഗത ബോധം. പാശം, ബന്ധനങ്ങൾ, അജ്ഞത, കർമ്മം മുതലായവ. ഈ 3 തത്വങ്ങളെ ഒരുമിപ്പിച്ച് ഏകമായി കാണുന്നു എന്നതാണ് ത്രിക സിദ്ധാന്തം. 3. ശക്തിയുടെ പങ്ക്. ശിവനെ നിഷ്ക്രിയമായ ബോധമായും ശക്തിയെ ദേവി, ശിവന്റെ ക്രിയാത്മകമായ ഊർജമായും കണക്കാക്കുന്നു. ശക്തി വഴിയാണ് ശിവൻ ലോകത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും മറയ്ക്കുകയും ചെയ്യുന്നത്. ശിവനും ശക്തിയും പരസ്പരം വേർതിരിക്കാനാവാത്തതാണ്. കാശ്മീരി ശൈവത്തിന്റെ തത്വങ്ങൾ മറ്റ് ഹൈന്ദവ ദർശനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് പ്രധാനമായും 2 സിദ്ധാന്തങ്ങളിലൂടെയാണ്. 1. പ്രത്യഭിജ്ഞാ സിദ്ധാന്തം, ദ ഫിലോസഫി ഓഫ് റെക്കഗ്നീഷൻ. അർത്ഥം തിരിച്ചറിയൽ അല്ലെങ്കിൽ ഓർമ്മിക്കൽ. ആശയം മോക്ഷം നേടാൻ കർശനമായ ആചാരങ്ങളോ തപസ്സുകളോ ആവശ്യമില്ലെന്ന് ഈ സിദ്ധാന്തം പഠിപ്പിക്കുന്നു. ഓരോ വ്യക്തിയുടെയും ആത്മാവ് ശിവൻ തന്നെയാണെന്ന് തിരിച്ചറിയുക, റെക്കഗ്നൈസ് മാത്രമാണ് മോക്ഷത്തിലേക്കുള്ള വഴി. വ്യക്തികൾ സ്വന്തം ശരീരവുമായി താതാത്മ്യം പ്രാപിച്ച് യഥാർത്ഥ സ്വത്വം മറന്നുപോയിരിക്കുന്നു. ഈ മറവി നീക്കി ഞാൻ തന്നെയാണ് ശിവൻ എന്ന് മനസ്സിലാക്കുമ്പോൾ മോക്ഷം ലഭിക്കുന്നു. 2. സ്പന്ദ സിദ്ധാന്തം, ദ ഡോക്ട്രിൻ ഓഫ് വൈബ്രേഷൻ. അർത്ഥം പ്രകമ്പനം അല്ലെങ്കിൽ ചലനം. ആശയം ലോകം മുഴുവനും ശിവന്റെ സ്പന്ദനം അഥവാ പ്രകമ്പനമാണെന്ന് ഇത് പഠിപ്പിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെല്ലാം ശിവശക്തിയുടെ ഈ ആന്തരികമായ ചലനമാണ്. ഈ സ്പന്ദനം ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഊർജ്ജമാണ്. ഈ സ്പന്ദനം തിരിച്ചറിയുന്നതിലൂടെ വ്യക്തിക്ക് ശിവതത്വമായി ലയിക്കാൻ കഴിയും. കാശ്മീരി ശൈവത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും ആചാര്യന്മാരും. ശിവസൂത്രങ്ങൾ. വസുഗുപ്തൻ ഏകദേശം 800 മുതൽ 850 വരെ CE. കാശ്മീരി ശൈവത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം. ശിവൻ സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തിയതാണ് ഈ സൂത്രങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്പന്ദകാരിക. വസുഗുപ്തന്റെ ശിഷ്യനായ ഭട്ടക്കല്ലടൻ സ്പന്ദ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈശ്വര പ്രത്യഭിജ്ഞ. ഉത്പലദേവൻ പ്രത്യഭിജ്ഞാ സിദ്ധാന്തത്തിന് അടിത്തറയിട്ടു. തന്ത്രസാരം. അഭിനവഗുപ്തൻ കാശ്മീരി ശൈവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യനും തത്വചിന്തകനും. എല്ലാ ഉപവിഭാഗങ്ങളെയും സംയോജിപ്പിച്ചു. കാശ്മീരി ശൈവം യോഗയ്ക്കും ധ്യാനത്തിനും വളരെ പ്രാധാന്യം നൽകുന്നു. പ്രത്യേകിച്ചും ആന്തരികമായ ബോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ത്രൈക ഉപായങ്ങൾ, ശംഭവോപായ, ശക്തോപായ, അനവോപായ വഴി ശിവതത്വത്തെ അറിയുന്നതിന്.